ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്മാൻ്റെ സ്പെഷ്യൽ പൊറാട്ടയാണ് കേട്ടോ. പൊറാട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനുള്ള മൈദയാണ് കേട്ടോ ഇപ്പോൾ തരിച്ചും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ നമ്മളെ പൊടിയൊക്കെ തരിക്കൽ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഈ 2 കോഴിമുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം വേണ്ടുന്നത് സോഡാപ്പൊടിയാണ് കേട്ടോ. സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. അത് കലക്കില്ലേ? എന്തുണ്ടാക്കണേ ജൈബ? എന്തുണ്ടാക്കണ? ഇനി ഇത് നമുക്ക് നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് നന്നായി കുഴച്ചതിന് ശേഷം കാണാം കേട്ടോ. പിന്നെ നമ്മൾ ഈ പൊറാട്ടക്ക് മാവ് കുഴക്കുമ്പോൾ ചപ്പാത്തിക്കുള്ളതുപോലെ ഒന്നുമല്ല കേട്ടോ. നന്നായി കുഴക്കണം നമ്മൾ. എന്നാലേ പൊറാട്ട നന്നായി സോഫ്റ്റൊക്കെ ആയി കിട്ടുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടെ ചിക്കനൊക്കെ ഇവിടെ കഴുകി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊറാട്ടക്കുള്ള മാവ് നന്നായിട്ട് കുഴക്കണം. കുറച്ച് നേരം എന്നിട്ട് മാവ് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. എന്നാലുള്ളൂ നമ്മളെ പൊറാട്ട നല്ല സോഫ്റ്റായി കിട്ടുക. അപ്പം അതേപോലെ കുറച്ച് സമയമൊക്കെ മാറ്റി വെച്ചു. പിന്നെ അതിന് ശേഷം എടുത്തിട്ട് ബോളാക്കണം കേട്ടോ. ഈ ബോളാക്കിയിട്ടും കുറച്ച് നേരം അവിടെ മാറ്റി വെക്കണം. അതിന് ശേഷം നമുക്കത് ചുറ്റാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഏതായാലും ബോളൊക്കെ ആക്കി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുപ്പ് ഞാൻ കത്തിച്ചിരിക്കണു. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണ് കേട്ടോ ചിക്കൻ കറി വെക്കണത്. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തുക്കണു. എണ്ണ നന്നായി ചൂടായി വന്നിക്കണു. അപ്പോൾ അതിന് ശേഷം ഞാൻ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ നന്നായി പൊട്ടിക്കണു. അതിന് ശേഷം ഞാൻ അതിലേക്ക് വലിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. വലിയ ഉള്ളിയും വേപ്പിൻ്റെലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തുക്കണു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതിന് ശേഷം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ ഉള്ളി വാട്ടുകയാണെങ്കിലും മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കും കേട്ടോ. എന്നാലുള്ള അതിൻ്റെ മണമൊക്കെ വേഗം നമുക്ക് മാറിക്കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചു. അത് തുറന്ന് നോക്കുമ്പോൾ അതൊന്ന് നന്നായിട്ടൊന്നും ഇങ്ങനെ വാടി വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ ചിക്കൻ എടുത്തതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചിക്കന് അതുപോലെ എത്രയാണോ ഗ്രേവി വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാം എടുത്തോളുണ്ട്. തക്കാളിയും ഉള്ളിയൊക്കെ എടുത്തോളുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ചതച്ചിൽ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് ഗ്രേവിക്ക് അനുസരിച്ചുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി. അപ്പോൾ ഞാൻ മുളക് പൊടി ഇടുന്നതിൻ്റെ മുന്നേയായിട്ട് കുറച്ച് നേരം ഇതൊന്ന് ഇതിൽ നന്നായി വറുത്തെടുക്കുന്നുണ്ട് മല്ലിപ്പൊടി. അതിന് ശേഷം ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് കൂടുതൽ നേരം ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ അതാ ചിക്കൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നും ഗ്രേവി പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ചിട്ടല്ല. പൊറാട്ടയിലേക്കൊക്കെ 2 വിധത്തിലുണ്ടാക്കിയാലും രസം തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. തേങ്ങ അരക്കാതെയാണ് ഉണ്ടാക്കണം. അപ്പോൾ അതിൽ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്നും ഇവിടെ കടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ഇവിടെ പൊറാട്ട ഓരോ ബോളും എടുത്തിട്ട് ഇങ്ങനെ പരത്തുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ എല്ലാ ബോളുകളും അങ്ങനെ എടുത്ത് പരത്തി വെക്കണം. അങ്ങനെ നമ്മൾ പരത്തിയതെന്ന് ഓരോന്നും എടുത്ത് ഇനി വീശിയിട്ട് നമുക്കിത് എന്ത് ചെയ്യണം, ചുറ്റി വെക്കണം. അപ്പോൾ പൊറാട്ട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയൊക്കെ തന്നെയാണ്. ദമ്മ അപ്പോൾ ഏതായാലും അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വീശി അങ്ങനെ ചുറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ചുറ്റി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൊറാട്ട ഉണ്ടാക്കാം. അപ്പോൾ ദമ്മ അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇനി പരത്തിയിട്ട് ചട്ടിയിലിടുകയാണ്. അപ്പോൾ ലൈബ് അതിൻ്റെ ഇടയിൽ ചോദിക്കണ കണ്ടില്ലേ, വേഗം ഒന്നും ഉണ്ടാക്കുമോയെന്ന്. അവൾക്ക് കണ്ടിട്ട് വിശന്നിട്ട് അവൾക്ക് ഇങ്ങനെ പൊറാട്ടയും ചപ്പാത്തിയും അങ്ങനത്തെയൊക്കെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അന്നത്തെ ദിവസം ഭയങ്കര വിശപ്പാക്കാറ്. അപ്പോൾ ഇത് പൊറാട്ട ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ തന്നെ തുടത്തിക്കണു വിശക്കുകയാണെന്ന് പറച്ചിൽ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചോദ്യമാണ് വേഗം ഒന്നും ഉണ്ടാക്കുമോയെന്ന്. അപ്പോൾ ഇതങ്ങനെ അമ്മ പൊറാട്ട പരത്തിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ അടിപൊളി പൊറാട്ടയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് അടുത്തതും ചട്ടിയിലിട്ടിരിക്കണു.
ചുടാൻ നിൽക്കുകയാണെങ്കിൽ വേഗം ചുടൽ കഴിയും കേട്ടോ. പക്ഷേ ഇത് കുഴക്കലും അതുപോലെ ബോളാക്കലും ചുറ്റലും ഒക്കെ അതൊരു പണി തന്നെയാണ് കേട്ടോ. പിന്നെ അത് കുറച്ച് നേരം അങ്ങനെ അവിടെ വെക്കലും അത് പിന്നെ ചുറ്റിയിട്ടുണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ. ചുട്ടെടുക്കാൻ എളുപ്പമാണ്, കാരണം ഒന്ന് ഇങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കൊന്ന് മറിച്ചിടുക, അങ്ങനെ ഒരു 2 വട്ടം മറിച്ചിടുമ്പോഴത്തേന് പൊറാട്ട റെഡിയാണ് കേട്ടോ. പിന്നെ അടുത്ത പണിയാണ് കേട്ടോ ഇത്, ഇടങ്ങാറ് പിടിച്ചതാണ്. ഈ ചൂടോടുക്കനെ ഇത് തച്ച് റെഡിയാക്കണം. നിന്നോട് പറയണേ ഞാൻ മോത്തിടാണേ എനിക്ക് ഇന്ന് മോത്തിടാൻ വേണ്ട. പപ്പ ഉണ്ട്, പപ്പ പോയിട്ട് ഇട്ടാട്ടോ. അപ്പോൾ ഓളെ പപ്പനോട് ഇങ്ങനെ അവളെ കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഓളിങ്ങനെ ഇരുന്നിട്ടോ കാട്ടുന്നത്. മാക്സിമം വരുമ്പോൾ ഇങ്ങനെ ഓരോന്നോളത് പറഞ്ഞു കൊടുക്കുക, ഓൾ വികൃതി കാട്ടാതിരിക്കാനേ. അപ്പോൾ അങ്ങനെ നമ്മളെ ചിക്കൻ കറിയൊക്കെ അതവിടെ റെഡി ആയിക്കൊണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ വെറുതെ മല്ലിയില ചെറുതാക്കി ഇങ്ങനെ നുറുക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പൊറാട്ട ഉണ്ടാക്കൽ ഇത് അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ കറി ഇവിടെ ആയിക്കണു, പൊറാട്ട ഇത് അവിടെ ആയിക്കണു കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ വിശക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുട്ടികൾക്ക് എടുത്തു കൊടുക്കുകയാണ്. റിച്ചുവിനും പൊന്നൂനും ലൈബാക്കൊക്കെ ഉള്ള പൊറാട്ട തന്നെ ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും അത് കുട്ടികൾക്കൊക്കെ വിളമ്പി വെച്ച് കൊടുക്കട്ടെ. റിച്ചു ഇതാ തിന്നണം. എങ്ങനെണ്ടാ? അപ്പോൾ ഓലോടൊക്കെ ചോദിച്ച പോലെ സൂപ്പറാണെന്ന് കേട്ടോ പറയണത്. സൂപ്പർ തിന്നോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. അസ്സലാമു അലൈക്കും.